ഹേ ഗൈസ്, എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖമാണോ? വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഒരു ഉഷാറൊന്നുമില്ല അല്ലേ ഈ ഒരു പറച്ചിലിനൊന്നും? സത്യമാണ് കേട്ടോ, ഒരു ഉഷാറൊന്നുമില്ല. അപ്പോൾ ഒന്നാമത്തെ കാര്യം, നമ്മൾ എത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ട് നമ്മളൊരു വീഡിയോ പോസ്റ്റ് ചെയ്താലും ഏറി വന്നാൽ ഒരു 10, 20, 30 ആ വ്യൂസ് കിട്ടിയാൽ കിട്ടി. ഒരു കാലത്ത് ഇങ്ങനെ ഉണ്ടായിരുന്ന ഗ്രാഫ് നമ്മൾ കഷ്ടപ്പെട്ട് ഒരു എന്താ പറയുക, ഒരു 10-15 വീഡിയോസൊക്കെ അടുപ്പിച്ചിട്ട് അത്രയും ഡെഡിക്കേറ്റ് ചെയ്തിട്ടിട്ട് ഈ യൂട്യൂബിൻ്റെ ഗ്രാഫ് ഇങ്ങനെ ആയത് ഒരു 2 വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യാതെ കുറച്ചൊരു ഗ്യാപ്പ് വന്നെങ്കിൽ ഉണ്ടല്ലോ, നമ്മൾ ഇങ്ങോട്ട്, അതായത് മേപ്പോട്ട് കയറാൻ എടുത്ത ടൈമിനേക്കാൾ പെട്ടെന്ന് താഴോട്ട് പോകും നമ്മുടെ ഗ്രാഫ്. അപ്പം അത് ഭയങ്കരമായിട്ട് നമ്മളെ മെൻ്റലി ബ്രേക്ക് ഡൗൺ ചെയ്യും കേട്ടോ. പിന്നെ നമ്മൾ ഈ യൂട്യൂബ് കൊണ്ടല്ല, യൂട്യൂബ് ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല ജീവിക്കുന്നത്, അതുകൊണ്ട് നമുക്ക് അത്ര ഒരു ഇതില്ലെങ്കിലും, പക്ഷേ ചില സൈഡ് നോക്കുമ്പോൾ നമുക്കൊരു വിഷമമാണ്. കാരണം നമ്മൾ ഇത്രയും വീഡിയോസ് ഒന്നും ഇട്ടിട്ട് ഒന്നും ആവുന്നില്ലല്ലോ, ഇല്ലെങ്കിൽ നമ്മളെക്കാൾ മുന്നേ വന്നവർ, അല്ല നമ്മളെയൊക്കെ ശേഷം വന്നവർ, അങ്ങനെയൊക്കെ കാണുമ്പം കുറച്ചൊരു വിഷമം വരും. അപ്പം നമ്മളിവിടെ പറഞ്ഞെടുത്തേക്കും ഇവിടെ ആരോ വന്നു കേട്ടോ. അപ്പം ആ ഒരു വിഷമം വരും. അപ്പം നമ്മൾ മെൻ്റലി കുറച്ച് ബ്രേക്ക് ഡൗൺ ആവും. അപ്പം ഞാനിപ്പോൾ ആ ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. സംഭവം അത്യാവശ്യം നല്ല രീതിക്ക് ഗ്രാഫ് പൊങ്ങി വന്നതായിരുന്നു. പക്ഷേ എന്തൊക്കെയോ സാഹചര്യങ്ങളുണ്ട്. നമുക്കിപ്പോൾ എപ്പോഴും ഈ ഒരു വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് അങ്ങനെ നമ്മളിതിൽ ഫുള്ളി ഒരു എന്താ പറയുക, എപ്പോഴും യൂട്യൂബിന് വേണ്ടിയിട്ട് നമ്മൾ ഇരിക്കുന്നില്ല. നമ്മൾ ഉള്ള നേരം കുറച്ചൊരു ഈ ഒരു വീഡിയോ പറഞ്ഞൊരു അതായത് യൂട്യൂബ് പറഞ്ഞൊരു പ്ലാറ്റ്ഫോമിന് വേണ്ടിയിട്ട് മാറ്റിയിരിക്കുന്നതല്ലോ. ഫുള്ളി ഇതിലേക്ക് നമ്മൾ ഇറങ്ങിയിട്ടില്ല. പക്ഷെ എന്നാലും നമ്മൾ ചെയ്യുന്ന എഫേർട്ട് എടുക്കുന്നതിനനുസരിച്ചൊരു ഗ്രോത്ത് നമ്മുടെ ചാനലിൽ കിട്ടുന്നില്ല കേട്ടോ. അപ്പം ഇങ്ങനെ ഉണ്ടായിരുന്ന ആ ഒരു ഗ്രാഫ് ഇതിപ്പോൾ ഇങ്ങനെ ഇഴഞ്ഞ് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ എനിക്കത് കാണുമ്പം ഞാനിപ്പോൾ സത്യം പറഞ്ഞാൽ യൂട്യൂബ് സ്റ്റുഡിയോ നോക്കാറില്ല കേട്ടോ. ഫുള്ളി ഞാൻ എഴുതി തള്ളി, ഈ കേസ് ഞാൻ എഴുതി തള്ളി. അപ്പം ഇന്ന് ഞാനൊരു വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചായിരുന്നു രാവിലെ. ഞാനിപ്പോൾ ഇലക്ഷൻ്റെ ഇതായിട്ട് വീട്ടിലേക്ക് വന്ന കേട്ടോ. അപ്പം ഉച്ചയ്ക്ക് മംഗളയിലാണ് ഞാൻ വന്നത്. അപ്പം ഞാൻ അതൊക്കെ എടുത്തിട്ടൊരു വ്ളോഗ് എടുക്കണം, പിന്നെ നടന്ന് വരാം. അതായത് സ്കൂളിൻ്റെ അവിടെ ഇറങ്ങിയിട്ട് നടന്ന് വന്നിട്ട് നമുക്കൊരു വീഡിയോ ഒക്കെ എടുത്ത് നല്ല കിടിലനായിട്ട് നടന്ന്, നല്ല ക്ലൈമറ്റൊക്കെ ഉള്ള, പിന്നെ ഒരുപാട് ഇപ്പോൾ പേടിക്കാനുമില്ല. കാരണം ഒരുപാട് പേര് നടക്കാൻ പോകുന്നുണ്ട്. ഇപ്പം അമ്മപ്പം ഇറങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ നടക്കാൻ. അപ്പം അതൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ശരി, അതൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ശരി ഉച്ചയ്ക്ക് പട്ടാമ്പി ഇറങ്ങിയിട്ട് നമ്മൾ വാഴ സ്കൂളിൻ്റെ അവിടെ എത്തിക്കഴിഞ്ഞാൽ നടന്ന് വന്നിട്ട് ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ട് മെല്ലെ നടന്ന് വരാം, അച്ഛനെ വിളിക്കണ്ടെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഇന്ന് എറണാകുളത്തുനിന്നേ ഭയങ്കര കൈമത്തെ റെഡ് കളറുണ്ട്. ഞാൻ വരുന്ന നേരത്തെ നെയിൽ പോളിഷ് ഇതൊക്കെ ഇതിനും ഭീകരമായിട്ട് എൻ്റെ കാലുമ എടുക്കണം. ഇതൊക്കെ ചുരണ്ടി കളഞ്ഞ് ഒരു ബ്രാൻഡ്, അതൊക്കെ ചുരണ്ടി കളഞ്ഞ് വേറെ ഇടണം. അപ്പം ഇപ്പം ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ എറണാകുളത്ത് ഇന്ന് ഭയങ്കര വെയിൽ, തല പൊട്ടിപ്പോകുന്ന വെയിലായിരുന്നു. അപ്പോൾ എനിക്ക് സൈഡ് ലോവറായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ മംഗലയിൽ സീറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടാട്ടോ വരാറ്. കാരണം സത്യം പറഞ്ഞാൽ അതിൻ്റെ സുഖം പിടിച്ച്. മറ്റേത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും 11 മണിയുടെ പരസ്യമാണ് വരിക. അപ്പോൾ അതിലാകുമ്പോൾ ഒരു 60, ഇപ്പം 65 ടിക്കറ്റിന് പ്രൈസ് കൂടി. അന്നൊക്കെ ഞാൻ വരുന്ന സമയത്ത് 60 ആയിരുന്നു. അപ്പം ആ ഒരു ടിക്കറ്റ് പ്രൈസിന് ഞാൻ ലോക്കലിൽ കയറി വരും. അപ്പം സുഖമായിരുന്നു. പക്ഷെ എനിക്ക് പരസ്യം ഇഷ്ടമല്ല. കാരണം എവിടെ നിർത്തുന്ന പോട്ടെ, ഈ ഇഴഞ്ഞുള്ള പോക്കും, പിന്നെ കുറേ നേരം പിടിച്ചിടും. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര പ്രാന്ത് വരും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു വട്ടം ഞാനിപ്പോൾ മറ്റേ മംഗളയിൽ വന്ന് സ്ലീപ്പറിൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത് വന്ന ശേഷം ഇപ്പം എനിക്ക് എപ്പോഴും ഞാൻ അതാണ് ഡിപ്പെൻഡ് ചെയ്യുക. കാരണം നമ്മൾ എറണാകുളത്ത് നിന്ന് എടുത്ത് ആലുവ കഴിഞ്ഞാൽ പിന്നെ തൃശ്ശൂർ, അങ്ങനെ ഷൊർണൂർ, പിന്നെ പട്ടാമ്പി. അപ്പോൾ നമുക്ക് എളുപ്പമാണല്ലോ. പിന്നെ ബുക്ക് ചെയ്ത് കിടന്ന് വരാം. ഞാൻ പിന്നെ നല്ല മുതലാക്കിയിട്ടേ വരില്ല, കാരണം കിടന്നൊക്കെ വരുള്ളൂ. സൈഡ് ലോവറിൻ്റെ കിട്ടിയത് ഭാഗ്യം. ഞാൻ കൊടുത്ത സൈഡ് ലോവർ തന്നെയായിരുന്നു. എപ്പോഴും കൊടുക്കാതാ, പക്ഷെ മിക്കപ്പോഴും കിട്ടാറില്ല. അപ്പം അങ്ങനെ അപ്പം ഇന്ന് സൈഡ് ലോവർ കിട്ടി, ഞാൻ കിടന്നിട്ടൊക്കെയാണ് വന്നത്. പിന്നെ ഇവിടെ വന്ന് ഇറങ്ങിയതും തല പൊട്ടിപ്പോകുന്ന വെയിൽ. ഞാൻ ആ ഗ്ലാസ്സൊക്കെ ഇട്ടിട്ട്, വെയിൽ തന്നെ ഞാൻ ഗ്ലാസ് ഫുള്ള് ക്ലോസ് ചെയ്തിട്ടായിരിക്കും ഉണ്ടായിരുന്നത്. പക്ഷെ ഇവിടെ ഒന്ന് ഇറങ്ങിയപ്പോണ്ടല്ലോ ഭയങ്കര വെയിൽ, സഹിക്കാൻ പറ്റുന്നില്ല വെയിൽ.
അങ്ങനെ അപ്പം 4:30 കേട്ടോ, 4 കാല സമയമായി ഞാൻ ഇറങ്ങിയപ്പം. അപ്പം സ്റ്റേഷനിൽ 4 മണി 4:15 എത്തിയപ്പം നല്ല വെയിൽ. ഒരു 4:30 ആകുമ്പോഴേക്കും ഞാൻ പട്ടാമ്പി സ്റ്റാൻഡിൻ്റെയൊക്കെ അവിടെ എത്തിയിരിക്കണം. നടന്നാ പോയത്. അപ്പം കുറച്ചുണ്ടല്ലോ നടക്കാം. പിന്നെ റോഡ് പണിയൊക്കെ കഴിഞ്ഞതുകൊണ്ട് തന്നെ ഭയങ്കര റഷാണ് ഇപ്പോൾ. പിന്നെ ഇന്ന് കൊട്ടിക്കലാശം കൂടെയാണ്, അപ്പം അതിൻ്റേതായ തിരക്കും കൂടെ ഉണ്ട്. എന്നിട്ട് അവിടുന്ന് വന്ന് പട്ടാമ്പി അവിടെ മൂസിൻ്റെ നമ്മുടെ സ്ഥാനാർത്ഥിയും LDF സ്ഥാനാർത്ഥിയും മൂസിൻ്റെ പ്രചാരണത്തിൻ്റെ ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ BJP SDP എല്ലാവരുടെയും ഫുൾ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുക പ്രചരണം. അപ്പോൾ വെയിൽ കാരണം എല്ലാം തുടങ്ങി വരുന്നേ ഉള്ളൂ. അപ്പം ഇപ്പം തന്നെ കുറച്ച് ബ്ലോക്ക് ഉണ്ട്. അപ്പം എന്താ പറയുക, വെയിൽ കാരണം സഹിക്കാൻ പറ്റാണ്ട് ഞാൻ അച്ഛനെ വിളിച്ചു. കാരണം അത്രയും വെയിൽ. അപ്പം അച്ഛൻ വന്ന് എന്നെ എപ്പോഴത്തേയും പോലെ അച്ഛൻ തന്നെ വന്ന്. ആതിരയായിരുന്നു മുമ്പ് വരികയായിരുന്നു, ഇപ്പം പിന്നെ അച്ഛനായി. അച്ഛനും ആതിരയായിരുന്നു. അപ്പം പിന്നെ ആതിര ഇല്ല, കല്യാണം കഴിഞ്ഞ് പോയല്ലോ. അപ്പോൾ പിന്നെ അച്ഛപ്പോൾ വരും. അപ്പം അച്ഛൻ വന്ന് കൊണ്ടുവന്ന് ഞാൻ വീട്ടിലെത്തിയപ്പോൾ എനിക്ക് ഭയങ്കര ചൂട് സഹിക്കാൻ പറ്റണില്ല. ഞാൻ നോക്കിയപ്പോൾ 33 ഡിഗ്രിയാണ് ഈ 4:30 സമയത്ത്, 4:20 ആ സമയത്ത് ഞാൻ നോക്കിയപ്പോൾ 33 ഡിഗ്രിയാണ് കേട്ടോ ഇവിടുത്തെ പട്ടാമ്പിത്തെ കറണ്ട് എന്താ പറയുക ഒരു വെതർ എന്ന് പറയുമ്പോൾ. അപ്പോൾ അത്രയും ചൂട് തലയ്ക്ക് മീതെ വന്ന് നിൽക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെ വന്ന് നിൽക്കാം സൂര്യൻ. അതുകൊണ്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നല്ല വെയിലായിരുന്നു. അപ്പം ഞാൻ എൻ്റെ ആ മൊത്തത്തിലുള്ള പരിപാടി ഫ്ലോപ്പായി. അപ്പം ഞാൻ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ ഈ ഡ്രസ്സ് ഇപ്പോൾ സമയം ഒരു 4:30 5:30. അപ്പം എനിക്ക് ഈ ഡ്രസ്സ് ഊരിടാത്ത ഞാൻ ഇപ്പോൾ വന്ന പാടെ ഞാൻ നിൽക്കാം കേട്ടോ. പാൻറ്റ് പോലും മാറ്റിയിട്ടില്ല. കാരണം എൻ്റെ കയ്യാണല്ലേ ഉണ്ട്. അപ്പം ഞാൻ ഡ്രസ്സ് പോലും മാറ്റിയിട്ടില്ല. ഈ ഒരു ഡ്രസ്സോടെ നിൽക്കുകയാണ്. കാരണം ഇനി മേലെ ഇട്ടിട്ട് വേറെ ഡ്രസ്സ് ഇടണ്ടേ, അല്ലെങ്കിൽ ആ ഒരു ഡ്രസ്സും കൂടെ വേസ്റ്റാണ്. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ടൊന്ന് നിൽക്കാം. അപ്പം അമ്മ പറഞ്ഞ ഇവിടെ ഇത് ചെയ്യണ്ടേ, മൾബറി എന്നല്ലേ നിങ്ങളുടെ നാട്ടിൽ ഇതിനെ പറയാം, എന്താ പറയുക, ഞങ്ങളിവിടെ മൾബറി എന്ന് പറയും. ഇവിടെ മൾബറി അമ്മ എന്നും വിളിക്കുമ്പോൾ പറയും കേട്ടോ. അങ്ങനെ ഇനി കുറേ മൾബറി പഴുത്തുണ്ട്, ഞാൻ എന്നും പോയി പൊട്ടിക്കും, വന്നിട്ട് വേണം പൊട്ടിക്കാൻ എന്നൊക്കെ പറയും. അപ്പം ഞാൻ വന്ന വഴിക്ക് അമ്മ അമ്മ പൊട്ടിച്ച് തന്നിരുന്നു. അപ്പം അതാ ഞാൻ വേറൊരെണ്ണം കൂടെ കണ്ടു, ഞാൻ കാണിച്ചു തരാം. വേറൊരെണ്ണം അമ്മ ഇത് കുറച്ച് പഴുത്തിക്കണേ വേണ്ട. ഇതുപോലെ കുറേ ഉണ്ട് കേട്ടോ ഇവിടെ. ഇപ്പോൾ അത്യാവശ്യത്തിനുണ്ട്. മറ്റേത് ഞാനും അതിലും എന്നും വന്ന് നോക്കുമായിരുന്നു. അന്നൊന്നും ഇത്ര വലുതായിട്ട് വന്നിട്ടൊന്നുമില്ലായിരുന്നു. പക്ഷെ ഇപ്പം നമുക്കൊരു 7 എണ്ണമൊക്കെ ഡെയിലി കഴിക്കാൻ പറ്റുന്ന പാകത്തിനുണ്ട്. അപ്പം ഞാൻ ചെറിയൊരു പുളിയുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു 4-5 എണ്ണം തിന്നായിരുന്നു വീട്ടിൽ കിട്ടി. ഒന്നും കൂടെ പഴുക്കാനുണ്ട്, എന്നാലാണിത് കറക്റ്റ് ടേസ്റ്റ് വരുള്ളൂ. പക്ഷെ ഞാൻ കഴിക്കും. ഇതും എന്തോ വെള്ളപ്പൊടിയുണ്ട്, കഴുകണം. കഴുകിയിട്ട് വരട്ടെ. അതാ ഞാൻ ഈ സാധനം മൾബറി കഴുകി വന്നിട്ടുണ്ട്. അതിലെന്തോ ഒരു പൊടി ഉണ്ടായിരുന്നു, അതാ ഞാൻ. അപ്പം എന്തായാലും കൊതുണ്ട് കേട്ടോ. ഉണ്ടോ വേണ്ടല്ലേ. ഇതൊക്കെ ഇനി നാളേക്ക് പഴുക്കും. പിന്നെ നാളെ കുറേ അമ്മ പൊട്ടിച്ച് തന്നെ ഞാൻ തിന്നായിരുന്നു. പക്ഷെ ഇനി കാണുമ്പോൾ തിന്നാൻ തോന്നും. നെഡ് ഇവിടെ നിന്ന പ്രശ്നം ഞാൻ അങ്ങനെ പറിച്ചുകൊണ്ടേ ഇരിക്കും. ഇപ്പോൾ ഒരു 6 എണ്ണം ഞാൻ തിന്നായിരുന്നു. വീട് ഇവിടെ വന്ന് നിന്നപ്പോഴേ അയ്യോ മേലി 2-3 എണ്ണം നിൽക്കണ്ടെങ്കിൽ വഴി പറക്കാൻ തോന്നുന്നുണ്ട്. പക്ഷെ ഞാൻ കൺട്രോൾ ചെയ്ത് നിൽക്കുന്നു, സെൽഫ് കൺട്രോൾ. അപ്പം അങ്ങനെയാണ് ഞാൻ എൻ്റെ ഒരു യൂട്യൂബ് ജേണിയുടെ കാര്യം ഞാൻ പറഞ്ഞത്. അപ്പം എനിക്കൊരു പണ്ടത്തെ അപ്പം എനിക്ക് തോന്നുന്നു ഞാൻ ഞാനാണെങ്കിൽ കുറച്ചും കൂടെ എനിക്ക് ഈ യൂട്യൂബിലേക്കൊക്കെ
എനിക്ക് പണ്ട് മുതൽ ചാനലുണ്ട്, ഞാൻ ജസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാൻ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് പേടിയായിരുന്നു ഫേസൊക്കെ കാണിച്ച് വീഡിയോസ് ഇട്ടാൽ ഏതാണ്ട് എന്തെങ്കിലുമൊക്കെ ആവുമോ പറ്റുമോ അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ എനിക്ക് തോന്നുക അന്നേ ഞാൻ ഈ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ ഒന്നും കൂടെ ഞാൻ ക്ലിക്കായേനെ. കാരണം പണ്ടത്തെ ഞാനൊക്കെ ആണെങ്കിൽ ഇപ്പോഴത്തെ പോലെയല്ല, ഭയങ്കര ആക്റ്റീവായിരുന്നു. ഇപ്പം എന്താ, ഇപ്പം മൊത്തത്തിൽ മാറി. സത്യം പറയാലോ, മൊത്തത്തിൽ ഞാൻ ഇങ്ങനെയേ അല്ലായിരുന്നു. എനിക്കറിയാൻ വയ്യ എന്തൊക്കെയോ സംഭവങ്ങൾ, മാറ്റങ്ങൾ പ്രായത്തിൻ്റെയൊക്കെ ആയിരിക്കാം, പ്രായമായാലും അപ്പം അതിൻ്റെയൊക്കെ ആയിരിക്കാം എല്ലാം. ഒന്നും അങ്ങോട്ട് ഞാൻ വീണ്ടും കണ്ണുകുട്ടറമ്മ വന്നിട്ടും അപ്പം ഇവിടെ പറഞ്ഞു അപ്പം ഞാൻ അങ്ങനെ നല്ലായിരുന്നു, ഭയങ്കര ടോക്കറ്റീവ് ആയിട്ടില്ല, ഭയങ്കര ആക്റ്റീവായിട്ടുള്ളൊരു ആളായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ചൊക്കെ മാറി, കുറച്ച് സൈലൻ്റായി. പണ്ട് ഞാൻ എന്ത് കാര്യം ഈ ഇപ്പം എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കഴിക്കുന്നുണ്ടെങ്കിൽ ഒക്കെ ഞാൻ ഡോക്യുമെൻ്റ് ചെയ്യുമായിരുന്നു, അല്ലെങ്കിൽ ഒക്കെ ഞാൻ ക്യാപ്ചർ ചെയ്യുമായിരുന്നു. കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ആക്കിയിട്ട്, ഇൻഷോട്ടിൽ വീഡിയോസ് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ പാട്ടൊക്കെ വെച്ച് സ്റ്റാറ്റസൊക്കെ ഇടുമായിരുന്നു. പക്ഷേ എനിക്കിപ്പോൾ അങ്ങനത്തതൊന്നുമില്ല. മറ്റേത് ഞാൻ എപ്പോഴും പറയും, എൻ്റെ അമ്മ എപ്പോഴും പറയും തിന്നുന്നും തൂർന്നും ഒക്കെ എന്തിനാ ഫോട്ടോ എടുക്കുന്നത് ഇപ്പോഴും പറയും അങ്ങനെ. അപ്പം പക്ഷേ ഇപ്പം എനിക്ക് എന്തോ അങ്ങനത്തെ അതൊന്നും ഇല്ല കേട്ടോ. പണ്ട് എവിടെ പോയാലും ഞാൻ ഫോട്ടോ എടുക്കും, വീഡിയോ എടുക്കും, ആ വീഡിയോസ് എടുത്ത് ഇൻഷോട്ടിലിട്ടിട്ട് ഒരു പാട്ടൊക്കെ കയറ്റി എഡിറ്റ് ചെയ്ത് സ്റ്റാറ്റസ് ഇടും. ഇപ്പോൾ ഒന്നുമില്ല. എങ്ങോട്ടും പോകണ്ടെങ്കിൽ ചിലപ്പോൾ ഫോണിൽ ഇങ്ങനെ വീഡിയോസോ അല്ലെങ്കിൽ ആ മൊമെൻറ്റ്സോ ക്യാപ്ചർ ചെയ്യാൻ പോലും ഞാൻ മറക്കും. എന്താ പറ്റിയെന്നറിയാൻ വയ്യ. ചിലപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ ആയിരിക്കാം, ചിലർക്കൊക്കെ ഇങ്ങനെ ആയിരിക്കും, റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവുമായിരിക്കൂലേ. ഇപ്പം അങ്ങനെ ഒന്നല്ല, ഒരുപാട് കാര്യങ്ങൾ മാറി. പിന്നെന്താ, സത്യം പറഞ്ഞാൽ ഇപ്പോൾ പോലും എനിക്കൊന്നും പറയാൻ പറ്റില്ല. ഞാൻ മുമ്പൊക്കെ ആണെങ്കിൽ ഞാൻ എന്തൊക്കെ ചറ പറ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വായിട്ടടിച്ചേനെ. ഞാനിപ്പോൾ നമ്മുടെ ഇത് വോട്ടിൻ്റെ കാര്യം പറയാൻ വേണ്ടി വന്ന കേട്ടോ. പ്രകടന പത്രിക, പിന്നെ മറ്റേ കുത്തുന്നത് കണ്ടോ, ഇവർ കാണിച്ചു തരാം. നമ്മളുടെ സ്ഥാനാർത്ഥി ആരാന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇവിടെ എവിടെയെങ്കിലും വെക്കട്ടെ കേട്ടോ. നമ്മുടെ സ്ഥാനാർത്ഥി ഇതാ MP രാജേഷാണ്. അപ്പോൾ ഇത് തരാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം MP രാജേഷിനായിരുന്നു. ഇതിവിടെ ഇരിക്കട്ടെ. പിന്നെ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ യൂട്യൂബിൽ എനിക്ക് ലോങ് വീഡിയോയിലൊന്നും ഈ സോങ് ഇടാനൊന്നും അറിയില്ല കേട്ടോ, സത്യം പറഞ്ഞാൽ. ഈ കോപ്പിറൈറ്റ് സംഭവം ഉള്ളതുകൊണ്ടേ. ഇപ്പോൾ ഷോർട്സ് തന്നെ ചിലതിടുമ്പോൾ, ഇപ്പോൾ ഞാൻ ലാസ്റ്റ് പൂരത്തിൻ്റെ ഒരു ഷോർട്സ് ഇട്ട സമയത്ത് അതിന് ഈ പറഞ്ഞ പോലെ കോപ്പിറൈറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഒപ്പത്തിലെ പാട്ടിട്ടപ്പം. അപ്പം അത് പിന്നെ അങ്ങനെ റിമൂവ് ചെയ്തു. പക്ഷെ അത് ചില കൺട്രീസിൽ മാത്രമേ ബാൻ ചെയ്തിട്ടുള്ളൂ, അല്ലെങ്കിൽ റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുള്ളൂ. പക്ഷെ വെറുതെ എന്തിനാ റിസ്ക് എടുക്കുന്നതിന്, ഈ ഒരു ചാനലിൽ പോയി കഴിഞ്ഞാൽ പിന്നെ തകർന്നു പോകും ഞാൻ. അതുകൊണ്ട് ഞാൻ ഡിലീറ്റ് ചെയ്തു. അപ്പം ഈ ലോങ് വീഡിയോയിലൊക്കെ ഒരു സോങ് ഇടാൻ പറ്റിക്കഴിഞ്ഞാണ്ടല്ലോ എൻ്റെ വീഡിയോ ചിലപ്പോൾ ഒന്നും കൂടെ സെറ്റാവുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ആദ്യത്തെ കല്യാണത്തിൻ്റെ വീഡിയോ അല്ലെങ്കിൽ എൻഗേജ്മെൻറ്റ് വീഡിയോ അതൊന്നും എനിക്ക് ഇടാൻ പറ്റിയിട്ടില്ല. കാരണം ലോങ് വീഡിയോ ആയതുകൊണ്ട് പാട്ട് എനിക്ക് സീനാണ്, എനിക്ക് അറിയാൻ വയ്യ എങ്ങനെയാണ് ചെയ്യുക, എന്താ ചെയ്യുക എന്നുള്ളത്. ഇനി ക്രെഡിറ്റ്സ് വെച്ചിട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ്. പിന്നെ രണ്ടും കൽപ്പിച്ച് ഇടാനുള്ള ഒരു ത്രാണി എനിക്കില്ല, ഇപ്പം ഞാൻ ഇട്ടിട്ടില്ല. അതുകൊണ്ട് അങ്ങനത്തെ ഒരു സീനും കൂടെ ഉണ്ട് കേട്ടോ. പിന്നെ അമ്മ ഇപ്പം ഇവിടെ നടക്കുമ്പോൾ ഇങ്ങനെ ശ്രദ്ധിക്കണം. കാരണം അമ്മ പറഞ്ഞായിരുന്നു 2 ദിവസം മുമ്പ് പാമ്പിനെ കണ്ടെന്ന്. അപ്പം വടുക്കോർത്ത് വെച്ചിട്ടിട്ടാ
നല്ല പ്രചരണത്തിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. നമ്മുടെ കൂറ്റനാടൊക്കെ വെച്ചിട്ടാണ്, കൂറ്റനാടാണ് കുട്ടിക്കലാശം ഉണ്ടാവുക. അപ്പം ആ കുട്ടിക്കലാശത്തിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷെ വെയിലായതുകൊണ്ട് ഇപ്പോൾ എല്ലാം കുറച്ച് ശ്രദ്ധിക്കട്ടെ, താഴോട്ടൊക്കെ എല്ലാം കുറച്ച് ലേറ്റ് ആയിട്ടാണ് തുടങ്ങുന്നത്. പിന്നെ ഇവിടെ ഇരിക്കുമ്പോൾ വെളിച്ചം കിട്ടുന്നില്ല. ഈ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ വരുമ്പോൾ വേണ്ട നമ്മുടെ ഫേസിൽ കളർ തന്നെ ചേഞ്ച് ആയത്. ഇപ്പം അമ്മ നടക്കാൻ പോയി, പിന്നെ അച്ഛൻ പുറത്ത് പോയി, ഞാൻ ഒറ്റയ്ക്കുള്ളൂ. ഇങ്ങനെയാണ് കാര്യങ്ങൾ. ചുമ്മാ ഞാനൊരു വീഡിയോ എടുത്തുന്നേ ഉള്ളൂ കേട്ടോ. പ്രത്യേകിച്ച് കാരണമല്ല, ഞാൻ വീഡിയോ എടുക്കണം വിചാരിച്ചതായിരുന്നു. അത് നടക്കാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ ഈ ഡ്രസ്സൊന്നും മാറാത്തത് കൊണ്ടും ഒരു കാരണമാണ്. ഞാനൊരു വീഡിയോ എടുത്തുന്നേ ഉള്ളൂ. അത്രയൊക്കെ തന്നെ. പിന്നെ എന്നും രാത്രി, എന്നുമല്ല ചില ദിവസങ്ങളിൽ രാത്രി ഞാൻ അങ്ങനെ വിചാരിക്കും കേട്ടോ, എന്തൊരു വീഡിയോ എടുക്കണം. പിന്നെ ഫോണിൽ ചാർജ് ഇല്ല. ഇപ്പോൾ ഫൗണ്ട് ഫോൺ, അതുപോലെ തന്നെ സ്റ്റോറേജ് ഫുള്ളായി. ഇതൊക്കെ പ്രശ്നങ്ങളാണ്. അപ്പോൾ അതിന് മുന്നേ ഞാനിപ്പോൾ എനിക്ക് നോട്ടിഫിക്കേഷൻ വരും സ്റ്റോറേജ് ഫുള്ളെന്ന് പറഞ്ഞിട്ട്. അതിന് മുന്നേ ഞാൻ ടാറ്റ ബൈ ബൈ പറഞ്ഞു പോട്ടെ. ടാറ്റ ബൈ, സീ യു.